നമസ്കാരം പ്രിയരെ. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് പുറത്ത് ആരുടെയോ ഉറക്കെയുള്ള സംസാരം കേട്ട് കുഞ്ഞുമോൾ ചെവിയോർത്തത്. കുഞ്ഞുമോളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അവളെ ഒന്ന് വിളിക്ക്. 4:30 ഒരു ബസ്സുണ്ട്. അതിൽ ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഹരിയേട്ടന്റെ ശബ്ദമല്ലേ ഇത്? പുറത്തു വന്ന് നിൽക്കുന്നത് ഭർത്താവാണെന്നറിഞ്ഞ കുഞ്ഞുമോൾ വേഗം കഴുത്തുവഴി നൈറ്റി താഴേക്ക് വലിച്ചിട്ടിട്ട് കുളിമുറിയിൽ നിന്നും പുറത്തിറങ്ങി. അവൾ ഇനി അങ്ങോട്ട് വരുന്നില്ല. ഇതിനു മുൻപും നിന്റെ പീഡനം സഹിക്കാതെ അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞ് നീ വിളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കൂട്ടി വിടാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു തിരിച്ചുപോക്കില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി നീ വിളിക്കാൻ വരാത്തത് കൊണ്ട് ഇനി നിന്റെ ശല്യം ഉണ്ടാവില്ലെന്ന സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. മറ്റുള്ളവർക്ക് ചെലവിന് കൊടുക്കുന്നതിനൊപ്പം അവക്കും കുട്ടികൾക്കും കഴിയാനുള്ളത് കൂടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. അവളിവിടെ ഇപ്പോൾ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. നീ വന്നതുപോലെ തിരിച്ചു പോകാൻ നോക്ക്. അച്ഛന്റെ കാർക്കശ്യം നിറഞ്ഞ സംസാരം കേട്ടുകൊണ്ടാണ് കുഞ്ഞുമോൾ മുൻവശത്തേക്ക് ചെന്നത്. കുഞ്ഞുമോളെ, എനിക്കൊരു തെറ്റുപറ്റി. നീ വേഗം ഒരുങ്ങി വാ. നിന്റെയും കുട്ടികളുടെയും അനക്കമില്ലാത്തത് കൊണ്ട് നമ്മുടെ വീടാകെ ഉറങ്ങിക്കിടക്കുക. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? നിങ്ങളുടെ കൈത്തരിപ്പ് തീർക്കാനല്ലേ? എന്റെ ദേഹത്ത് നിങ്ങളുടെ തല്ലും ചവിട്ടും കൊള്ളാത്ത ഒരിടം പോലും ബാക്കിയില്ല. അറിയാമോ നിങ്ങൾക്ക്? ഓ സോറി കുഞ്ഞുമോളെ, ഇനി ഞാൻ നിന്നെ തല്ലില്ല. സത്യം. എത്ര ദേഷ്യം വന്നാലും ഞാനത് കടിച്ചു പിടിച്ചോളാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിന്നെയും മക്കളെയും എനിക്ക് അത്രമാത്രം മിസ് ചെയ്തു. അയാൾ കേണു പറഞ്ഞു. അവള് വരുന്നില്ലെന്ന് നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാൻ ഇനി പോലീസിനെ വിളിക്കും. കുഞ്ഞുമോളുടെ അച്ഛൻ ശോഭത്തോടെ പറഞ്ഞു. അച്ഛാ, അതൊന്നും വേണ്ട. ഒരു വട്ടം കൂടി ഞാൻ ഇയാളുടെ കൂടെ പോയി നോക്കാം. എന്നിട്ട് മതി പോലീസും വക്കീലും ഒക്കെ. ദേ ഹരിയേട്ടാ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ പിന്നെ ഡൈവോഴ്സിനുള്ള വഴി നോക്കും. അതിനിടയാക്കരുത്. അവൾ മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല കുഞ്ഞുമോളെ, നിനക്കിനി ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. മോളെ, ഇനിയും നീ ഇവനെ വിശ്വസിച്ചു പോകുവാണോ? വസ്ത്രം മാറാനായി അകത്തേക്ക് കയറിയ മകളോട് അയാൾ ആശങ്കയോടെ ചോദിച്ചു. അതെ അച്ഛാ, ഞാൻ പോകുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഹരിയുമായി പിണങ്ങി വന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു കുഞ്ഞുമോൾ. വീട്ടിൽ അച്ഛനും അമ്മയും കൂടാതെ വിദേശത്ത് ജോലിയുള്ള ആങ്ങളയുടെ ഭാര്യയും പിന്നെ ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വന്ന ചേച്ചിയും 2 കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും കുട്ടികളും തന്നെ അധികപ്പറ്റായിട്ട് നിൽക്കുമ്പോഴാണ് താനും 2 കുട്ടികളുമായി കയറി ചെല്ലുന്നത്. ഭർത്താവുമായി പിണങ്ങി വന്ന താൻ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ നാത്തൂന്റെ മുഖം കറുത്തു. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭർത്താവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ക്ഷേമം നോക്കി തന്റെ കൈക്കുഞ്ഞുമായി സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുമ്പോഴാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ മൂത്ത സഹോദരിയും കുട്ടികളും കടന്നു വരുന്നത്. സ്വന്തം കുഞ്ഞിന് കളിക്കാൻ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത വില കൂടിയ കളിപ്പാട്ടങ്ങളൊക്കെ ചേച്ചിയുടെ മക്കളും തന്റെ മക്കളും ചേർന്ന് നശിപ്പിച്ചു കളയുമ്പോൾ അമർഷ ഉള്ളിലൊതുക്കി കഴിയുന്ന നാത്തോൻ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ അക്ഷമയുടെയും അസ്വസ്ഥതയുടെയും കൂടിയാണ് അവിടെ കഴിയുന്നതെന്ന ബോധ്യം കുഞ്ഞുമോളുടെ മനസ്സിൽ തിരിച്ചു പോകാനുള്ള വ്യഗ്രത കൂട്ടുകയായിരുന്നു. അതിനേക്കാൾ ബുദ്ധിമുട്ട് തോന്നിയത് തന്റെ സ്വന്തം ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ്. അങ്ങേര് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വഴക്കും അടിയും ഉണ്ടെങ്കിലും എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നേനെ. നമ്മുടെ അച്ഛൻ ഇപ്പോൾ വിധവയായ എന്നെയും ഭർത്താവുള്ള നിന്നെയും നോക്കേണ്ട ഗതികേടാണല്ലോ. ഈശ്വര, ആ നിമിഷം മുതൽ ഹരിയേട്ടൻ തന്നെ ഒന്ന് വിളിക്കാൻ വന്നിരുന്നെങ്കിലെന്ന് കുഞ്ഞുമോൾ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഭർത്താവിനോടൊപ്പം തിരികെ എത്തിയ കുഞ്ഞുമോളോട് ആദ്യ ദിവസങ്ങളിൽ അയാൾ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയത്. ദിവസങ്ങൾ കഴിയും തോറും അയാൾ പഴയ സ്വഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയാനും ചീത്ത പറയാനും തുടങ്ങിയപ്പോൾ കുഞ്ഞുമോളുടെ ജീവിതം വീണ്ടും ദുസ്സഹമായി. ഒരു ദിവസം രാത്രിയിൽ കടയിലെ പറ്റുബുക്ക് വെച്ച് മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്റർ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് അയാളുടെ മെസ്സഞ്ചറിൽ ഒരു ഹായ് മെസ്സേജ് വന്നത്. സാധാരണ കൂട്ടുകാർ അയക്കുന്ന ഗുഡ് നൈറ്റ് മെസ്സേജ് ആണെന്ന് കരുതി വൃത്താകൃതിയിലുള്ള ഐക്കൺ ഇഗ്നോർ ചെയ്യാൻ നോക്കുമ്പോഴാണ് അതൊരു പെൺകുട്ടിയുടെ കണ്ണുകളുള്ള പുതിയ പ്രൊഫൈലാണെന്ന് അയാൾക്ക് മനസ്സിലായത്. ആകാംക്ഷയോടെ അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത മെസ്സേജ്. ഓർമ്മയുണ്ടോ എന്നെ? എങ്ങനെ ഓർക്കാനാണല്ലേ? നീ ഇപ്പോൾ സുന്ദരിയായ ഭാര്യയോടൊപ്പം സുഖിച്ച് ജീവിക്കുകയല്ലേ? അല്ല, ഇതാരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അയാൾ അമ്പരപ്പോടെ മറുപടി അയച്ചു. നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ നിന്റെ പഴയ കാമുകി മഞ്ജുവാണ്. അത് വായിച്ച അയാൾ ഞെട്ടലോടെ തല ഉയർത്തി ചുറ്റിനും നോക്കി. ഭാഗ്യം കുഞ്ഞുമോൾ അടുത്തെങ്ങുമില്ല. അടുക്കളയിൽ ലൈറ്റ് കിടപ്പുണ്ട്.
ഗ്രൈൻഡറിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അവള് നാളത്തെ ദോശയ്ക്കുള്ള മാവരയ്ക്കുന്ന തിരക്കിലാണ്. ഉടനെയൊന്നും ഇങ്ങോട്ട് വരില്ല. അയാൾ സമാധാനത്തോടെ വീണ്ടും മെസ്സഞ്ചറിലേക്ക് നോക്കി. അവൾ എന്തോ ടൈപ്പ് ചെയ്യുകയാണ്. നിനക്ക് സുഖമാണോടാ? എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ ഇപ്പോൾ എന്തെടുക്കുവാ? അതെ, സുഖമാടി. ഞാനൊരു പലചരക്കട നടത്തുവാണ്. അല്ല, നീ എന്ത് ചെയ്യുന്നു? ഭർത്താവിനെയും പിള്ളേരെയും നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണോ? അല്ലടാ, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങള് 3-4 കൂട്ടുകാരികളും ചേർന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദുർബലരായ സ്ത്രീകളെ സഹായിക്കാൻ ഒരു വിമൻ ഹെൽപ്പ് ഡെസ്ക് എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ, നീയപ്പോൾ ചെറിയ പുള്ളിയൊന്നുമല്ലല്ലേ? അല്ല, എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? എപ്പോഴാണൊന്ന് കാണാൻ പറ്റുന്നത്? അയാൾ ആവേശത്തോടെ ചോദിച്ചു. അതിനെന്താ, വേണമെങ്കിൽ നാളെ തന്നെ കാണാം. നിനക്ക് നാളെ KSRTC സ്റ്റാൻഡിന്റെ പുറകുവശത്തുള്ള ബ്യൂട്ടി പാർലറിന് മുന്നിൽ വരാമോ? നമുക്കവിടെ മീറ്റ് ചെയ്യാം. ഓ, അതിനെന്താ, തീർച്ചയായും വരാം. അപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം. അയാൾ സന്തോഷത്തോടെ മറുപടി അയച്ചിട്ട് അടുക്കളയിലേക്ക് നോക്കി. കുഞ്ഞുമോൾ അടുക്കളവാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കണ്ട് അയാൾ വേഗം ഫോൺ മാറ്റിവെച്ചു. പിറ്റേന്ന് പറഞ്ഞ സമയത്ത് ബ്യൂട്ടി പാർലറിന് മുന്നിലെത്തിയ അയാളെ കാത്ത് 2 യുവതികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഹരിച്ചേട്ടനല്ലേ? മഞ്ജു മാഡം അകത്തുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. മങ്ങിയ വെളിച്ചമുള്ള ഇടനാഴി കിടന്ന് അയാൾ ചെന്നത് മേക്കപ്പ് റൂമിലേക്കായിരുന്നു. അപരിചിതരായ ആരൊക്കെയോ അവിടെ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആ, ഹരിയല്ലേ? അപ്പുറത്തെ ലോഞ്ചിൽ ഇരുന്നോളൂ, മഞ്ജു അങ്ങോട്ട് വരും. സൈഡിലെ ഈസി ചെയറിൽ ചാർക്കോൾ മാസ്ക് ചെയ്തിട്ടിരിക്കുന്ന യുവതി അയാളോട് പറഞ്ഞു. ലോഞ്ചിലിരിക്കുമ്പോൾ എതിർവശത്തെ പ്ലെയിൻ ഗ്ലാസ്സിലൂടെ അപ്പുറത്തൊരു കരാട്ടെ ക്ലാസ് നടക്കുന്നത് അയാൾക്ക് കാണാമായിരുന്നു. പക്ഷെ അവിടെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു. താൻ സ്ത്രീകൾ മാത്രമുള്ള ഒരു ലോകത്ത് വന്ന് പെട്ടതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. അല്പം കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് വിദ്യാർത്ഥിനികളോട് എന്തോ പറയുന്നത് കണ്ടു. ഉടൻ തന്നെ അവർ 3-4 പേർ തന്റെ നേരെ നടന്നെടുക്കുന്നത് കണ്ട് അയാൾ ജിജ്ഞാസയോടെ ഇരുന്നു. ചേട്ടാ, നാളെ മുതൽ ചേട്ടന്റെ ഭാര്യയെ കരാട്ടെ പഠിക്കാൻ വിടുമോ എന്ന് മാടൻ ചോദിച്ചു. എന്റെ ഭാര്യയെ? ഏയ്, അവൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. അതല്ല ചേട്ടാ, സ്ത്രീകളുടെ നേർക്കുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും എതിരാളികളെ നേരിടാനും വേണ്ടി സൗജന്യമായിട്ടാണ് ഇവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ചേട്ടൻ ഭാര്യ അയച്ചാൽ മാത്രം മതി. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അയാൾ അരിശത്തോടെ ചാടി എഴുന്നേറ്റതും മുന്നിൽ നിന്ന യുവതി അയാളുടെ മുഖമടച്ചൊരടി കൊടുത്തു. കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു. എന്നയാൾ ഇതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് അനുഭവിക്കുന്നത്. എടി, നീ എന്നെ തല്ലിയല്ലേ? നിന്നെ ഞാൻ ഇന്ന് ചീറിക്കൊണ്ടുവന്ന ഹരിയുടെ നേരെ മറ്റൊരു യുവതിയുടെ കാൽ ഉയർന്നു പൊങ്ങിയപ്പോൾ അയാൾ തന്റെ സ്വകാര്യ ഭാഗത്ത് 2 കൈകൾ അമർത്തിക്കൊണ്ട് താഴേക്കിരുന്നു. എടാ ഹരി, നിന്നെപ്പോലെ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരെ നേരിടാനുള്ള കായികാഭ്യാസങ്ങളാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ അതൊന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ടീമുണ്ടെന്നറിഞ്ഞ് കുഞ്ഞുമോളുടെ അച്ഛനാണ് ഞങ്ങളെ വിളിച്ച് മകളുടെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം കുഞ്ഞുമോൾക്കറിയില്ല കേട്ടോ. പിന്നെ നീ പണ്ട് എന്നെ തേച്ചിട്ട് പോയൊരു വൈരാഗ്യവും എനിക്ക് നിന്നോടുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. ഇനിയും നീ കുഞ്ഞുമോളോട് കന്നത്തരം കാണിച്ചാൽ പൊന്നു മോനെ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞങ്ങളുടെ പ്രതികരണം. ഇത് വെറും സാമ്പിളാണ്. ഇനി മുതൽ മര്യാദയ്ക്ക് നീ കുഞ്ഞുമോളോട് പെരുമാറിക്കൊള്ളണം, കേട്ടല്ലോ. തന്റെ മുന്നിൽ നിൽക്കുന്ന മഞ്ജുവിനെ അർത്ഥപ്രാണനോട് നോക്കിയ ഹരി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. കാലം പഴയതല്ല, സ്ത്രീകൾ ദുർബലകളുമല്ല. എന്തിനെ നേരിടാനുള്ള പ്രാപ്തി അവർ സ്വയം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് കുഞ്ഞുമോളോട് നീ സ്നേഹത്തോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ.